നമസ്കാരം, ടിക്ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ടിക്ടോക്ക് ഇന്നുള്ളത് നമ്മുടെ പ്ലാസ ജംഗ്ഷനിലെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ സാധാരണ അപേക്ഷിച്ച് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സ്കൂളിൻ്റെ ടൈമാണ്, സ്കൂള് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് ഒരുപക്ഷെ കുറച്ച് തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും നമുക്ക് ഹാങ്ങിങ് ഓഫേഴ്സ് ഒരുപാട് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് നല്ല മനോഹരമായ ക്വസ്റ്റ്യൻസൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ടിക്ടോക്ക് ഇന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുക്കണം. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ ടിക്ടോക്കിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കലും കൂടി ടിക്ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടിക്ടോക്ക് ഇന്നത്തെ കണ്ടസ്റ്റൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധനം, കടലയ്ക്ക് അടക്കമുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് നമ്മുടെ രണ്ട് ചേച്ചിമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് നേരെ ടിക്ടോക്കിലേക്ക് പോകാം. ഓക്കെ, പേര് പറയും. ദീപിക രാംദാസ്. ഇന്ദു രാജീവ്. ഓക്കെ, എവിടെയാണ് വീട്? വീട് അഴീക്കോടാണ്. ഞാൻ ദുബായിലാണ്. ദുബായിൽ വർക്കിംഗ് ആണോ? അല്ലല്ല, ഹസ്ബൻഡ് അവിടെയാണ്. ഞാൻ അഴീക്കോട് തന്നെയാണ്. ഇല്ല ഹൗസ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇവിടെ അഴീക്കോട് അല്ലേ. നാട്ടിൽ അമ്മ ഉണ്ട്, ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ ഫാമിലി മൊത്തം ദുബായിയാണ്? എല്ലാവരും ഇപ്പോൾ അവിടെ ദുബായിലാണ്. മക്കൾ രണ്ടാൾ, മോനും മോൻ്റെ വൈഫും ദുബായിലാണ്. മോളിപ്പോൾ ഇവിടെ നാട്ടിൽ ട്രിവാൻഡ്രത്തുണ്ട്. ദുബായ് ആണോ? അവർ സെറ്റിൽഡ് ദുബായ്. ഹസ്ബൻഡ് അവിടെ ഒരു ഇതിലാണ്, AC കമ്പനിയിലാണ്. അവർ വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഫാമിലി മക്കൾ 2 പേര്. ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, 2 മക്കൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണ്? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? മൂത്താള് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ. രണ്ടാമത്തെ ആള് ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് IT ആണോ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്? അല്ല, അവനൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ്. ഓ, ചേട്ടൻ്റെ ഓക്കെ, ചേട്ടത്തിയമ്മയാണ്. ഓക്കെ, ചേട്ടത്തിയമ്മയും അനിയത്തിയമ്മയും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. ചേട്ടത്തിയമ്മയും അനിയത്തിയമ്മയും കൂടിയാണ് നല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ്, കടലക്കയും അതുപോലെ തന്നെ പുട്ടുപൊടി അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്? നല്ലതാണ്. നമ്മളെപ്പോഴും ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാറൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ വാങ്ങാറ്. ഇല്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം. അടിപൊളി, നല്ല കമൻസ് ആണ്. അപ്പോൾ ദുബായിൽ ആണല്ലോ താമസിക്കുന്നത്. ദുബായിലും ഒരുപാട് അജ്മനിലാണ്. ഓക്കെ, ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. പറുദീസയാണല്ലോ സൂപ്പർ മാർക്കറ്റുകളുടെ. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്, അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ? അവിടുത്തെ എക്സ്പീരിയൻസ് നമ്മൾ വേറെ ലെവലാണ്. പക്ഷേ എന്നാൽ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നാട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ കൊണ്ടുപോകാനുള്ളൊരു ഇഷ്ടമാണ്. അതെ, നമ്മൾ വാങ്ങിക്കും. നാട്ടിലെ നമ്മുടെ ഇത് കൊണ്ടുപോകാൻ വാങ്ങിക്കുന്നതാണോ? പുട്ടുപൊടിയൊക്കെ അതെ. പക്ഷെ എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് അവിടെ. എങ്കിലും നമുക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് പ്രത്യേക സുഖമാണ്. അപ്പോൾ എപ്പോഴാണ് പോകുന്നത്? ഞാൻ മറ്റന്നാൾ സാറ്റർഡേ. ഓക്കെ, അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്ന പ്രോഗ്രാം എന്നാണ്. കണ്ണൂർ വിഷൻ സംപ്രേഷണം എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് 8 മണിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ടിക്ടോക്കിൽ 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ഞാൻ ആദ്യം ഒരു ഫോട്ടോ കാണിച്ചു തരും. ആ ഫോട്ടോയിൽ ആരാണെന്ന് പറഞ്ഞു ഐഡൻറ്റിഫൈ ദ ഇമേജ്. ആഫ്റ്റർ ദാറ്റ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി. ഓക്കെ, പിന്നെ ഈ രണ്ടും നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. 3ാമത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജിലേക്ക് പോകണ്ട. ഇൻ കേസ് ഒന്നാണ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3ാമത്തെ സെഗ്മെൻറ്റിൽ പോകണം. 2ഉം ആൻസർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഔട്ടാവും. ഓക്കെ ഓക്കെ, ഔട്ടാവുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. ഓക്കെ, ആദ്യം ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഓക്കെ, ഞാനൊരു ഇമേജ് കാണിച്ചു തരാം, ആരാണെന്ന് പറയണം. ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് കാണിക്കട്ടെ. അടിപൊളി, ഔസേപ്പച്ചൻ. ഫസ്റ്റ് തന്നെ പിടിച്ചോട്ടോ. ആദ്യത്തെ കടമ്പിയും കടന്നു. ആദ്യം ഞാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ്റെ ഫോട്ടോയാണ് കാണിച്ചത്. ഞാൻ കുറച്ച് എളുപ്പം ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയത്തെ ക്വസ്റ്റ്യൻ എന്നത് നമുക്കറിയാം സിനിമയും അതുപോലെ മ്യൂസിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഒരുപാട് അവാർഡുകളുണ്ട്. സിനിമയുടെ അവാർഡുകളുണ്ട്, ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, അങ്ങനെ ഓസ്കാർ അവാർഡ്, ഇൻ്റർനാഷണൽ ലെവലിലെ ഒരുപാട് അവാർഡുകളുണ്ട് അല്ലേ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് നേടിയ നടനാര്? മോഹൻലാൽ.
മോഹൻലാൽ. മോഹൻലാൽ. ഒരു ഓപ്ഷൻ കൂടി തരുള്ളൂ. മോഹൻലാൽ ഉത്തരം തെറ്റാണ്. തെറ്റാണോ? മമ്മൂട്ടിയാണോ? അത് പിന്നെ കറക്റ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, അതോടെ മോഹൻലാൽ അല്ല, മമ്മൂട്ടിയാണ് ഉത്തരം. കറക്റ്റാണ്. ഇപ്പോൾ 2 സെഗ്മെൻറ്റിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പാസ്സായിരിക്കുകയാണ് കേട്ടോ. 2 വളരെ പെട്ടെന്നാണ് ഇന്നത്തെ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മാനം കൊടുക്കാം. അപ്പോൾ ഏട്ടത്തിയമ്മയും അനിയത്തിയും വന്നിട്ട് അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. ഒരുപാട് പർച്ചേസ് ചെയ്തു. മറ്റന്നാൾ ദുബായിലേക്ക് പോവാണ്. അപ്പോൾ എന്തായാലും സമ്മാനം കൊടുത്തേ പറ്റില്ല. ഗ്രീൻസ് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള സമ്മാനം. മറ്റൊരു പ്രത്യേകതയുണ്ട്, ഗ്രീൻസിനെ കൊണ്ട് തോരാതെ അടിപൊളിയായിട്ട് സംസാരിച്ച് നല്ല സർവീസാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറെ സന്തോഷത്തോടെ ഗ്രീൻസ് നൽകുന്ന നല്ല സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല സമ്മാനം കൂടിയുണ്ട്. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചോക്ലേറ്റ് കഴിച്ചാലും എന്ത് ഭക്ഷണങ്ങൾ ദുബായിൽ കിട്ടിക്കഴിഞ്ഞാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനത്തിന് ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട്ടിലെ മഞ്ജു കൂടി കൊണ്ടുപോകണം. ഓക്കെ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഓക്കെ, ഗ്രീൻസ് കണ്ണൂർ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, അതിനകത്ത് ഒരുപാട് ഓഫേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, സന്തോഷമായില്ലേ? ഹാപ്പി ആണല്ലോ? ഓ, ഹാപ്പി. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ആദ്യം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, പേര് പറയും. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ കണ്ണൂർ മേലച്ചുവക്കാണ്. ഞാൻ LICയിലെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. എന്താണ് അസിസ്റ്റൻറ്റ് ഡിവിഷണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ബിന്ദു, ഹൗസ് വൈഫാണ്. വീട്ടിൽ കുട്ടികളൊക്കെ? മോനുണ്ട്. മോൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. മോൻ എഞ്ചിനീയറാണ്. ഒരു മോനാണോ? ഒരു മോനുണ്ട്. ഒരു മോൻ. ഓക്കെ, മാരീഡ് ആണോ മോൻ? മോനില്ല, ചെറിയ കുട്ടിയാണ്. 22 വയസ്സായിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, എന്തുണ്ട്, എങ്ങനെയുണ്ട്? പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. സാധനം സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ് ഇവിടുന്ന്. പിന്നെ ഒരു വർഷമായിട്ട് ഇല്ലാന്നേ ഉള്ളൂ. 1 വർഷം നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് സാധനം വാങ്ങിക്കുന്നില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ്. കോട്ടയത്ത് എവിടെയാണ് ഓഫീസ്? കോട്ടയം നാഗമ്പടം എന്നുള്ള സ്ഥലത്താണ്. ടൗണിൽ തന്നെയാണ്. നിങ്ങൾ അവിടെ സെറ്റിൽഡാണ് അല്ലെങ്കിൽ അവിടെ? മകൻ എറണാകുളം ആയതുകൊണ്ട് അവിടെ നിന്ന് വരാൻ എളുപ്പമായിരിക്കും അല്ലേ? അതെ, വരാം. 1 മണിക്കൂറിൻ്റെ യാത്രയല്ലേ ഉള്ളൂ. എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ചാൽ 1.5 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്താം. കണ്ണൂർ വർക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂർ തന്നെയാണ് അല്ലേ? ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫറായിട്ട് അങ്ങോട്ട് പോയതാണ്. എങ്ങനെയുണ്ട് കണ്ണൂരും കോട്ടയം തമ്മിലുള്ള ഒരു എന്താണ് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ടേസ്റ്റൊക്കെ? മലബാർ ടേസ്റ്റ് ഏറ്റവും നല്ലത് കണ്ണൂരാണ്. കണ്ണൂർ നമ്മളെ ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ കുറച്ച് തേങ്ങയുടെ കുറവാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കൂടുതൽ തേങ്ങ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഇഷ്ടമുള്ള അവിയൽ പോലത്തെ സാധനങ്ങളൊന്നും അവിടെ കിട്ടില്ല. ആ ടേസ്റ്റ് കിട്ടില്ല. അവിടുത്തെ കല്യാണ ഫുഡും ഒക്കെ ഒരു വെറൈറ്റി ആണല്ലേ? വ്യത്യാസമാണല്ലേ? നെയ്യൊക്കെ വെച്ച് ആദ്യം ഹിന്ദു കല്യാണത്തിൽ അങ്ങനെയൊക്കെ പ്രത്യേകത വ്യത്യാസമാണ്. അവിടുത്തെ ഫുഡ് നല്ലോണം വ്യത്യാസമുണ്ട്. ഇവിടുത്തെ തന്നെയാണ്. ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിലാണ്. ടിക്ടോക്കിൽ പങ്കെടുക്കുന്നവർക്ക് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും. പിന്നെ രണ്ടാമത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജ്. ഓക്കെ, ആദ്യത്തെ 2 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് സമ്മാനം ഡയറക്റ്റ് കിട്ടും. ഇൻ കേസ് ഒന്നാണ് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3ാമത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജ് വരെ പോകേണ്ടി വരും. ഇല്ല, 2ഉം ആൻസർ ചെയ്തില്ലെങ്കിൽ ഔട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മളെ മത്സരമാണല്ലോ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ക്യാമറയൊന്ന് ഫോട്ടോ കാണിക്കട്ടെ. വളരെ ഒരു ചർച്ചാ വിഷയമായ ഒരു വ്യക്തിയാണ്. അതെയോ? റിലേറ്റഡ് സ്പോർട്സ്. അയ്യോ, ലോങ് ജമ്പായിട്ടാണോ? സോറി, അത്ര പരിചയമില്ല. റേസ് ആയിട്ട് ബന്ധപ്പെട്ടില്ല. അയ്യോ, നമ്മൾ വിനോദാണോ? പിന്നെ മലപ്പുറംകാർ തിരൂരുള്ള ആ മറ്റേ ബോംബെ ഇന്ത്യൻസ് കളിച്ച ആളുടെ പേരാണോ? എനിക്ക് പേരാ വേണ്ടത്. മനസ്സിലായി ആളെ മനസ്സിലായി. ബോംബെ ഇന്ത്യൻസിന് ഇന്ത്യൻ ബോംബെ ഇന്ത്യൻസിന് കളിച്ച അതാണ് പേരാണ് വേണ്ടത്. അതാണ് ആൻസർ. വിഘ്നേഷ്. അടിപൊളി, വിഘ്നേഷ്. ബാക്കി ഒന്നും കൂടി ഉണ്ട്. സ്ഥലത്ത് പേരാണ് കൂടെ. സോറി, വിഘ്നേഷ് സംതിങ് ലൈക്ക് ദാറ്റ്. സോറി.
വിഘ്നേഷ് ആണ്, വിഘ്നേഷ് പുത്തൂരാണ്. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ട് ഫസ്റ്റ് മാച്ചിൽ തന്നെ 3 വിക്കറ്റൊക്കെ നേടിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ വിഘ്നേഷ് പുത്തൂരാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ 2 കടമ്പയോളം ചെയ്യാനുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ആൻസർ നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ 3ാമത്തെ സെഗ്മെൻറ്റിൽ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഇൻഡസ്ട്രി. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സിനിമ ഉണ്ടായിരുന്നു. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നു, പിന്നെ കളർ വന്നു, ശബ്ദമുള്ള ചിത്രം വന്നു, ആദ്യം ശബ്ദമില്ലാത്ത ചിത്രമായിരുന്നു. സ്കോപ്പിക് സിനിമ ഉണ്ടായിരുന്നു. സിനിമ സ്കോപ്പ്, നമ്മുടെ സ്ക്രീനിൻ്റെ 2 സൈഡ് ക്രോപ്പ് ചെയ്തിട്ട് സ്കോപ്പിക് സിനിമ വന്നത്. മലയാളത്തിലെ ആദ്യത്തെ സ്കോപ്പിക് മൂവി ഏതാണ്? മോഹൻലാൽ ഫിലിമാണോ? അത് പറയില്ല. ക്ലൂ ഇതിൻ്റെ അകത്ത് വന്നാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട്. അയ്യോ, വളരെ കുറവാണ്, പൊതുവെ വളരെ കുറവാണ് സിനിമ കാണുന്നത്. ഇഷ്ടക്കേടിലുണ്ട്, വീട്ടിൽ നിന്ന് കാണുന്നതുകൊണ്ടാണ്. പുറമെ ഓൾമോസ്റ്റ് സിനിമയൊക്കെ അപ്ഡേഷൻസ് ഒക്കെ അറിയാം. വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ ഇത് പഴയ മൂവിയാണ്, അറിയാലോ. സിനിമ സ്കോപ്പുകൾ വന്നിട്ട് കുറേ വർഷങ്ങളായി. എന്തെങ്കിലും ക്ലൂ പറയാൻ പറ്റുമോ? ചെമ്മീൻ അതിന് ശേഷമുള്ളതാണ്, ചെമ്മീന് ശേഷമുള്ളതാണ്. നമ്മുടെ പഴയ ചരിത്രങ്ങളൊക്കെ ഐതിഹാസം. കൂടുതൽ ഓപ്ഷൻ തരില്ലേ? നോ, വേണ്ട പറയണ്ട. ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ. ഉത്തരം പറയാം ഡയറക്റ്റ്. കാരണം ഒരുപാട് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായാലും നിങ്ങൾ 3ാമത്തെ സെഗ്മെന്റിലേക്ക് പോകണം. കാരണം ഒന്ന് പറഞ്ഞല്ലോ. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സോറി, അറിയില്ല. ഓക്കെ, അപ്പം അത് പറയില്ല, അത് നമ്മുടെ ഗെയിമിൽ മാത്രമേ പിന്നീട് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ പിന്നെ മോശമാണല്ലേ? എന്താ സിനിമയോട് എന്തെങ്കിലും വിരക്തി അങ്ങനെ? ഒന്നുമില്ല. നമ്മളൊക്കെ പണ്ട് മുകേഷിൻ്റെ ഫാനായിരുന്നു, ഇപ്പം ദിലീപിൻ്റെ ഫാനായിരുന്നു. ഇപ്പം വീട്ടിൽ നിന്ന് മാത്രമേ കാണാറുള്ളൂ, അതുകൊണ്ടാണ്. അതല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ആൻസർ ചെയ്തു. അപ്പോൾ അവസാന സെഗ്മെൻറ്റായ ജനറൽ നോളജാണ് അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ ഇതാണല്ലോ നമ്മുടെ സ്റ്റാമ്പുകൾ. നമ്മുടെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഇബ്രാഹിം ലിങ്കൻ. റൈറ്റ് ആൻസർ. എബ്രഹാം ലിങ്കനാണ്. അപ്പോൾ അടിപൊളി. ഓക്കെ, ഒരു ഓപ്ഷൻ ചോദിച്ച് നേരെ ആൻസറിലേക്ക് എത്തി ഡയറക്റ്റായിട്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, നന്നായിട്ട് ഉഷാറായിട്ട് ആൻസർ ചെയ്തു. നല്ലൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഗെയിമിൽ തന്നെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ ഫോട്ടോ ഐഡൻറ്റിഫൈ ദ ഇമേജ് വിഘ്നേഷ് പുത്തൂരിനെ കണ്ടുപിടിച്ചു. 2ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല, റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി. ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജിലേക്കാണ് എത്തിയത്. ജനറൽ നോളജിൽ ആൻസർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും സമ്മാനമുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രീൻസ് നൽകുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു സമ്മാനം 2 പേരും ചേർന്ന് വാങ്ങിക്കുന്നു. ഓക്കെ, മറ്റൊരു സമ്മാനം കൂടിയുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് മഞ്ചാണ്. ഓക്കെ, എനിക്കും വളരെ സന്തോഷം. നമുക്കറിയാം നമ്മുടെ ഇതിൻ്റെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു പേജുണ്ട്, ഇൻസ്റ്റാ പേജുണ്ട്, ഗ്രീൻസ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഒരുപാട് ഓഫേഴ്സ് നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓഫേഴ്സും നിങ്ങൾ അവൈലബിൾ ആണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ആണല്ലോ ഏറ്റവും കൂടുതൽ കച്ചവടമൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ സംശയമുണ്ട്, വാങ്ങിക്കുന്ന ഒരാളാണ് സിനിമ മാത്രമല്ല. ഇവർ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇവർ ഈയിടക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല എന്നുള്ളത്. അടിപൊളി. അപ്പോൾ കസ്റ്റമർ സർവീസ് ഭയങ്കര റിലേഷൻ. CRM നല്ലതാണ്. അപ്പോൾ അവർ വിളിച്ചു ചോദിച്ചു എന്താ വരാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു റീസൺ ബിക്കോസ് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് കുറച്ച് പേര് പേഴ്സണലായിട്ട് അറിയുകയും ചെയ്യും ഇവിടെ കുറേ പേരൊക്കെ. അടിപൊളി കേട്ടോ, ഭയങ്കര CRM ആണ്. കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് ഈസ് വെരി നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. 1 വർഷമായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും ഇവിടുന്ന് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് വിളിച്ചു, എന്തുകൊണ്ടാണ് വരാമെന്നൊക്കെ വിളിച്ചു. വളരെ നല്ല കോംപ്ലിമെൻ്റ് ആണ്. എനിവേ താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷമുള്ള നല്ല എപ്പിസോഡായിരുന്നു. എല്ലാവരും നന്നായിട്ട് അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു.
അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നമുക്കറിയാം ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻസ്റ്റാ പേജ് പ്രത്യേകമായിട്ടൊന്ന് ഫോളോ ചെയ്യണം. ഗ്രീൻസ് കണ്ണൂർ എന്നാണ് ഇൻസ്റ്റാ പേജ്. ഇൻസ്റ്റാ പേജിൽ ഒരുപാട് ഓഫേഴ്സ് എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ ഓഫേഴ്സും അവൈലബിൾ ആണ്. സോ അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ടിക്ടോക്കിൻ്റെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ അനിലേഷ് ആർഷ.